ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. ഡിസ്കസ് ചെയ്യുന്നത് DC മെഷീനുകളായിരുന്നു. DC മെഷീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ്ലിയും ഷണ്ടും ജനറേറ്റർ കഴിഞ്ഞു. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ വോൾട്ടേജ് ബിൽഡപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, വോൾട്ടേജ് ബിൽഡപ്പ് ഇൻ ഷണ്ട് ജനറേറ്റർ. ഷണ്ട് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ബിൽഡപ്പ് എങ്ങനെ വരുന്നു നോക്കാം. സോ വോൾട്ടേജ് ബിൽഡപ്പിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ EA വീസസ് IF. EA IF എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കണം, നമ്മൾ നോ ലോഡാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മളൊരു എയർ ഗ്യാപ്പ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഫീൽഡ് റെസിസ്റ്റൻസ് ലൈനും കൂടിയും നമ്മളിതിൻ്റെ കൂടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, കുറച്ചും കൂടി ഇത് വരയ്ക്കാം. ഇത്രയൊന്നും ഗ്യാപ്പ് വരില്ല, സ്ലൈറ്റ് ഗ്യാപ്പേ വരുള്ളൂ. ഞാനിത് ഇതിനു വേണ്ടി അക്കാദമിക് പർപ്പസിന് വരക്കുന്നതാണ് കേട്ടോ, കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടി. ഇത്ര ഗ്യാപ്പൊന്നും വരില്ല. ഈ ടെർമിനോളജി നമുക്കറിയാം, ഇതാണ് നമ്മുടെ OA അല്ലേ, അതായത് റെസിഡ്യുവൽ വോൾട്ടേജ്. ഓക്കെ, ഇത്ര ഗ്യാപ്പ് വരില്ല, ഐ റിപ്പീറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ നോ ലോഡ് കർവ്. ഇതാണ് നമ്മുടെ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ. ഓക്കെ, ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈനിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫീൽഡ് കറണ്ട് ആണ്. കാരണം നമ്മുടെ IF എന്ന് പറയുന്ന ആരാണ്? EA ഡിവൈഡഡ് ബൈ RA പ്ലസ് RF ആണ്. അതെങ്ങനെ കിട്ടുന്നത്? ഇവിടെ സപ്പോസ് നിങ്ങളൊരു RF അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇവിടെ ഒരു ആർമേച്ചർ റെസിസ്റ്റൻസ് RA ഉണ്ട്, ഇവിടെ ഒരു ആർമേച്ചർ, ഇവിടെ ലോഡൊന്നുമില്ല. അപ്പോൾ ലോഡ് കറണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൻ്റെ അക്രോസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലോ ചെയ്യുന്ന ഇതാണ് ഫീൽഡ് കറണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. ഓക്കെ, നമുക്കറിയാം ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം RA is very less than EA by RF. We can write it as EA is equal to IF into RF. ഓക്കെ, ദെൻ ഇവിടെ നമുക്കറിയാം ഈ കാണിച്ചിരിക്കുന്ന OA ആണ് നമ്മുടെ എന്ത് റെസിഡ്യുവൽ വോൾട്ടേജ്. ശരിയല്ലേ? OA ആണ് നമ്മുടെ എന്ത് റെസിഡ്യുവൽ വോൾട്ടേജ്. റെസിഡ്യുവൽ വോൾട്ടേജിന് കാരണം റെസിഡ്യുവൽ ഫ്ലക്സ്. ഓക്കെ, അപ്പം ഈ റെസിഡ്യുവൽ ഫ്ലക്സ് ആണ് റെസിഡ്യുവൽ വോൾട്ടേജ് ഒക്കർ ചെയ്തു. ഇതിനെ കവച്ച് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഫീൽഡ് കറണ്ട് കൊടുക്കണം. ശരിയല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഫീൽഡ് കറണ്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതായത് റെസിഡ്യുവൽ ഫ്ലക്സിൻ്റെ ഫീൽഡ് കറണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റെസിഡ്യുവൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലൈൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് എ ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന ഈ സാധനത്തിനെ OB എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫീൽഡ് കറണ്ട് ഡ്യൂ ടു ദിസ് OA റെസിഡ്യുവൽ വോൾട്ടേജാണുള്ള ഫീൽഡ് കറണ്ട്. ഇനി ഇവിടെ നിന്നുള്ള ഫീൽഡ് കറണ്ട് ഉണ്ടല്ലോ, ഈ ഫീൽഡ് കറണ്ടിനെ നമ്മൾ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഈ പോയിന്റിലെത്തി. ശരിയല്ലേ? പോയിന്റ് C എന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു വോൾട്ടേജ് കിട്ടി ഡ്യൂ ടു
ഒ ബി കാരണം നിങ്ങൾക്ക് പുതിയൊരു വോൾട്ടേജ് കിട്ടി. വീണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ഗെറ്റിംഗ് എ ന്യൂ പോയിന്റ് ഡി. ഒന്ന് മുകളിലേക്ക് വരച്ചു, ഇ. ഒന്ന് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു, താഴേക്ക് വരച്ചു. യു വിൽ ബി ഗെറ്റിംഗ് എ പോയിന്റ് എഫ്. ദെൻ മുകളിലേക്ക് വരച്ചു, ജി. ഒന്ന് ഇങ്ങോട്ട് വരച്ചു, താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് എച്ച്. എച്ചിന്ന് മുകളിലേക്ക് വരച്ചു, ഗെറ്റിംഗ് ജെ. താഴേക്ക് വരച്ചു, വിൽ ബി ഗെറ്റിംഗ് കെ. ക്ലിയർ? ഇവിടെ നിന്ന് അഗെയിൻ പ്ലോട്ട് ചെയ്തു, വിൽ ബി ഗെറ്റിംഗ് ഹിയർ ആസ് യുവർ. അപ്പോൾ ഇത്തരത്തിലൂടെ ചെറിയ ഇവിടെ മീറ്റിംഗ് പോയിന്റും ഉണ്ട്, ശരിയല്ല? അതായത് നമ്മളെ ഫീൽഡ് കറണ്ടും നമ്മളെ EMF മീറ്റ് ചെയ്യുന്നു ഒരു പോയിന്റ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ റെസിഡ്യൂവൽ വോൾട്ടേജ് കാരണം നിങ്ങൾക്കൊരു പുതിയ കറണ്ട് കിട്ടിയത് OB. ആ OB കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജാണ് BC. ആ BC കാരണം നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ടാണ്, ഫീൽഡ് കറണ്ടാണ് CD, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്കത് ഫീൽഡ് കറണ്ട് കാണണമെങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം, അല്ലേ? ആ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ വിളിച്ചോ. ഓക്കെ, അപ്പം ഈ റെസിഡ്യൂവൽ വോൾട്ടേജ് കാരണം ഒരു ഫീൽഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെയും ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്തപ്പോൾ പിന്നെയും EMF ഉണ്ടായി, പിന്നെയും EMF എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ EMF കാരണം പിന്നെയും ഫീൽഡ് കറണ്ട് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു റീജനറേറ്റീവ് പ്രോസസ്സാന്ന് പറയാം. കാരണം ഇത് റീജനറേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതിങ്ങനെ പോയി ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്ന വരെ ഇതിങ്ങനെ പോയി. ആ സ്റ്റഡി സ്റ്റേറ്റ് എത്തി അതൊരു സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്തു, അല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ്. അതാണ് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പം ഗ്രാജുവലി വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഈ ചെറിയ വോൾട്ടേജ് ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് കൂടുന്നുണ്ട്. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഷണ്ട് ജനറേറ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഷണ്ട് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, നോ ലോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെ നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും, അതാണ് റെസിഡ്യൂവൽ വോൾട്ടേജ്. അതായത് റെസിഡ്യൂവൽ ഫ്ലക്സ് കാരണം അതിനുള്ളിലുള്ള വോൾട്ടേജ് ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോ ലോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെഷീൻ. അപ്പോൾ നോ ലോഡ് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഡ് കൂട്ടുന്നു, അല്ലെങ്കിൽ ലോഡ് നമ്മൾ പിന്നെ കണക്ട് ചെയ്യുന്നു. ലോഡ് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ഗ്രാജുവലി ഉള്ള ഷിഫ്റ്റ് അല്ല, ഇങ്ങനെ പതുക്കെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് കൂട്ടി കൊണ്ടുവരുന്നത്. അങ്ങനെ വോൾട്ടേജ് കൂടാനുള്ള കാരണം എന്താണ്, അതിന്റെ അൾട്ടിമേറ്റ് റീസൺ ആണ് ഈ റെസിഡ്യൂവൽ വോൾട്ടേജ്. അതാണ് ഞാൻ പറഞ്ഞ റെസിഡ്യൂവൽ വോൾട്ടേജ് ഈ മെഷീനിന് വേണം, ഷണ്ട് ജനറേറ്ററിന് റെസിഡ്യൂവൽ വോൾട്ടേജ് വേണം. ആ റെസിഡ്യൂവൽ വോൾട്ടേജ് കാരണമാണ് ഒരു ഫീൽഡ് കറണ്ട് ഉണ്ടാകുന്നത്, ആ ഫീൽഡ് കറണ്ട് കാരണമാണ് പുതിയ വോൾട്ടേജ് ഉണ്ടാകുന്നത്, ആ പുതിയ വോൾട്ടേജ് കാരണമാണ് പുതിയ ഫീൽഡ് കറണ്ട് ഉണ്ടാകുന്നത്, വീണ്ടും ആ ഫീൽഡ് കറണ്ട് കാരണമാണ് പുതിയ വോൾട്ടേജ് ഉണ്ടാകുന്നത്. അങ്ങനെ പതുക്കെ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുവാണ്. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ആരാണ്, നിങ്ങൾക്ക് ആദ്യമേ ആ മോട്ടറിലുള്ള റെസിഡ്യൂവൽ ഫ്ലക്സ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ വോൾട്ടേജ് കാരണമാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്. ആ റെസിഡ്യൂവൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രാജുവലി ഉള്ള, അതാണ് ഇതിൻ്റെ വേർഡ്, ഓക്കെ, ഗ്രാജുവലി ഉള്ള സ്പീഡിങ് അപ്പ് അല്ലെങ്കിൽ ഗ്രാജുവലി ഉള്ള റൈസ് ഇൻ വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പം ലോഡ് ഫസ്റ്റ്ലി കണക്ട് ചെയ്താൽ എന്താ പ്രശ്നം, ലോഡ് ഫസ്റ്റ്ലി കണക്ട് ചെയ്യാന്ന് വെച്ചാൽ കറണ്ട് കൂടുകയാണ്, ഐ കൂടുകയാണ്. കൂടാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും, ആർമേച്ചർ റിയാക്ഷൻ വരും. ആർമേച്ചർ റിയാക്ഷൻ വരുമ്പോൾ ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോൾട്ടേജ് ബിൽഡപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ വോൾട്ടേജ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മോട്ടറല്ല ഷണ്ട് ജനറേറ്റർ എപ്പോഴും നോ ലോഡിലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. എന്നിട്ട് നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് വോൾട്ടേജ് ബിൽഡപ്പിന്റെ കൺസെപ്റ്റ്. ഈ റെസിഡ്യൂവൽ വോൾട്ടേജ് കാരണമാണ് നമുക്കിങ്ങനെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്ത് പതുക്കെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വോൾട്ടേജ് ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ ഇതിന്റെ സ്ഥലത്ത് പോയിട്ട് ഇന്റർസെക്ട് ചെയ്തു, അതിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ്, ആ സ്ഥലത്തിന് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് നമുക്ക് എന്ത് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്, ഇതാണ് വോൾട്ടേജ് ബിൽഡപ്പ്.
ഓക്കെ, ഇങ്ങനെ ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബിൽഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിലിപ്പോൾ നമ്മൾ നോ ലോഡിന് വരെ ലോഡാണ് ആദ്യം കണക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ആർമേച്ചർ കറണ്ട് കൂടും, ആർമേച്ചർ റിയാക്ഷൻ കാരണം ഫ്ലക്സ് കയറി അങ്ങനെ വോൾട്ടേജ് എന്ത് ചെയ്യില്ല, ബിൽഡ് ചെയ്യില്ല. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കാര്യത്തിന് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് 2 കാര്യം കൂടി അതിൽ ഡിഫൈൻ ചെയ്യാനുണ്ട്. വോൾട്ടേജ് ബിൽഡപ്പിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നത്. ഫീൽഡ് കറണ്ടും എയും ഡ്രോപ്പ് ചെയ്തു, നമ്മൾ കണ്ടു, ഇങ്ങനെ പോയി. ഓക്കെ, സ്പീഡ് മറ്റേ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു കോൺസ്റ്റന്റ് സ്പീഡ് അല്ല, ഇതൊരു സ്പീഡിൽ ഒരു ഒമേഗ സ്പീഡിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടി. ശരിയാണല്ലോ. അപ്പോൾ ഈ ഗ്രാഫ് കിട്ടിയ സമയത്ത് ഇതിന്റെ സ്ലോപ്പ് എന്താ? ഈ ഗ്രാഫിന്റെ റെസിസ്റ്റൻസ് അല്ലേ, RF അല്ലേ ഇതിന്റെ സ്ലോപ്പ്? കാരണം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ y/x സ്ലോപ്പ് അല്ലേ. അപ്പം ഇത് കാരണം നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. നമുക്കറിയാം, നമ്മൾ നേരത്തെ വരച്ച പോലെ നമ്മൾ ലൈനുകൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ഓരോ റെസിസ്റ്റൻസ്. ഇപ്പം നമ്മളൊരു സ്ലോപ്പ് RF എന്ന് പറഞ്ഞു, ഓരോ റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് ഈ ഗ്രാഫ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഉള്ള ലൈൻ, അതായത് നമ്മളെ നേരത്തെ ഫീൽഡ് അക്രോസ് ലൈനിലെ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ, അത് നമ്മൾ ഇങ്ങനെ വരച്ചു, അതിങ്ങനെ ബിഹേവ് ചെയ്തു RF1. ഒരു സ്ലോപ്പിൽ നമ്മളിങ്ങനെ ബിഹേവ് ചെയ്തു RF1. അത് അങ്ങോട്ട് നീട്ടി വരച്ചു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തതിൽ നമ്മൾ ഈ ലൈനിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ വരച്ചു. ഇന്റർസെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അത് RF2. പിന്നെ റെസിസ്റ്റൻസിൽ ഇങ്ങനെ വരച്ചു. അതായത് ഇവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുവാണ് നമ്മൾ? ഇതിൽ ഏതിലാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ലോപ്പ് ഏറ്റവും കുറവ്? ഇതിലല്ലേ സ്ലോപ്പ് കുറവ്? ഇതിലല്ലേ സ്ലോപ്പ് കുറവ്? അതായത് ഇവിടെയാണ് ചെറിയ സ്ലോപ്പ്, ഇത് എത്രയല്ലേ വരുന്നുള്ളൂ. ഇവിടെ കുറച്ചുകൂടി വലിയ സ്ലോപ്പ് വരും, ഇവിടെ കുറച്ചുകൂടി അതിന് വലുത് വരും. ക്ലിയർ? അപ്പം ഇവിടെ സ്ലോപ്പ് കുറവാണ്. അപ്പം സ്ലോപ്പ് കുറവാന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറവാണ്. അതായത് സ്ലോപ്പ് കൂടുമ്പോഴാണ് ഇവിടെ ഈ ഇതിൽ നമുക്ക് എന്താ റെസിസ്റ്റൻസ് കൂടുന്നത്. അതായത് ഇപ്പം ഇവിടെയാണ് ഏറ്റവും വലിയ സ്ലോപ്പ് വരുന്നത്, കാരണം റെസിസ്റ്റൻസ് കൂടുതലാണ് ഇവിടെ. കാരണം EA/IFന്റെ വാല്യൂ കൂടുകയാണ്. അപ്പം റെസിസ്റ്റൻസ് കൂടുതൽ എവിടെയാണ്? RF3യിലാണ്, RF2നെ കമ്പയർ ചെയ്യുമ്പോഴും RF1നെ കമ്പയർ ചെയ്യുമ്പോഴും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് നമ്മളൊരു വോൾട്ടേജ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വാല്യൂകൾ കിട്ടും? നമുക്ക് ഈ റെസിഡൽ വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇനി അതല്ല, നമ്മൾ ഈ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റുകളിൽ നിന്ന് നമ്മളൊരു വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. അതായത് രണ്ടാമത്തത് IF1, അതുപോലെ തന്നെ ഇവിടെ IF2. അതായത് നമ്മൾ ഇന്റർസെക്റ്റ് ചെയ്ത ഈ RF2ലേക്ക് പോകുന്ന സ്ലോപ്പിനെ വിത്ത് റെസ്പെക്ട് ഇതിനെ ഞാൻ E1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സ്ലോപ്പിനെ അല്ലെങ്കിൽ ഈ RF2ലെ പോകുന്ന ഈ ലൈനിന്റെ 2 പോയിന്റ്സ് മീറ്റ് ചെയ്യുമല്ലോ, ആ 2 പോയിന്റ്സിലെ പോകുന്ന കറണ്ടിനെ IF1 IF2 എന്ന് പറയുന്നു. അതായത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് E1. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ വോൾട്ടേജ് ബിൽഡപ്പ് ആണല്ലോ പഠിക്കുന്നത്, ശരിയല്ലേ? നമ്മൾ വോൾട്ടേജ് ബിൽഡപ്പ് അല്ലേ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ RF കൂട്ടുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ RF കൂട്ടുന്നു. അപ്പം ഈ RF1 നമ്മൾ ഈ പറഞ്ഞ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ RF2 ഇവിടെ 2 സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. RF1 ഒരു സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നു, RF2ന്റെ ലൈന് 2 സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നു. RF3ന്റെ ലൈൻ എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ആക്ച്വലി ചെയ്യാത്ത വിധത്തിൽ വരക്കണമായിരുന്നു. അതായത് ഇത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരണം. ഓക്കെ, ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കും. ആണെങ്കിൽ അങ്ങനെ വരച്ചോ, അപ്പോഴേക്കും കുറച്ചുകൂടി ക്ലിയർ ആവുക. ഓക്കെ, ഇങ്ങനെ തന്നെ ഈ ലൈന് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം ഇവിടെ 2 പോയിന്റ്സ് ഇന്റർസെക്ട്, ഇത് എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ചെറിയൊരു ഇന്റർസെക്ഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതായത് ലീസ്റ്റ് ഇന്റർസെക്ഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി, ചെറിയ ഇന്റർസെക്ഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ ഫീൽഡ് റെസിസ്റ്റൻസ് നിങ്ങൾ RF2ന് മുകളിലേക്ക് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ ഇന്റർസെക്ഷൻ വളരെ റെഡ്യൂസ്ഡ് വോൾട്ടേജിലാണ് ഒക്കർ ചെയ്യുന്നത്. ശരിയല്ലേ? അതായത് റെഡ്യൂസ്ഡ് വോൾട്ടേജാണ് ഓൾമോസ്റ്റ് നമുക്ക് പറയാം ഏത് വോൾട്ടേജ്, റെസിഡ്യൂവൽ വോൾട്ടേജിലാണ് ഒക്കർ ചെയ്യുന്നത്.
ഇല്ല. അങ്ങനെ റെസിഡ്യൂവൽ വോൾട്ടേജിലാണ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് വളരെ കുറവായിരിക്കൂലേ, ശരിയല്ലേ? അപ്പോൾ വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യണമെങ്കിൽ നമ്മുടെ വോൾട്ടേജ് ഈ റെസിഡ്യൂവൽ വോൾട്ടേജിനെക്കാട്ടും കൂടണ്ടേ? അങ്ങനെ റെസിഡ്യൂവൽ വോൾട്ടേജിനെക്കാട്ടും കൂടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെയുള്ള IF ഈ ഫീൽഡ് കറണ്ട് എടുത്ത് പ്ലോട്ട് ചെയ്തു, പിന്നെ മുകളിലേക്ക് പോയി, അങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ റെസിഡ്യൂവൽ വോൾട്ടേജ് ആ സമയത്ത് എന്താണ് വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യുന്നില്ല, ശരിയല്ല? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ RFനെ റെസിസ്റ്റൻസ് ഫീൽഡ് റെസിസ്റ്റൻസിനെ കൂട്ടി എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ വോൾട്ടേജ് ബിൽഡപ്പ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. ക്ലിയർ? അപ്പം ഈ RF3 എന്ത് പോസിബിൾ അല്ല? വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ അല്ല. പക്ഷെ RF2ലും RF1ലും വോൾട്ടേജ് ബിൽഡപ്പ് എന്താണ് പോസിബിൾ ആണ്. ഇവിടെ വോൾട്ടേജസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ക്ലിയർ? അപ്പം വാട്ട് ഐ ആം ടെല്ലിങ് ഈസ്, നിങ്ങൾ ഈ ലൈനില്ലേ, ഈ ലൈൻ നമ്മുടെ ഈ സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് ഇന്റർസെക്ട്സ് ദിസ് EMF ലൈൻ, ഈ EMF ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിൽ നമ്മളൊരു RF2 ഉണ്ടല്ലോ, ഈ RF2നെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ക്ലിയർ? ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ബിയോണ്ട് ദിസ് റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ ആണ് വരുന്നതെങ്കിൽ എന്ത് പോസിബിൾ അല്ല എന്നാ പറയുന്നത്? വോൾട്ടേജ് ബിൽഡപ്പ് എന്തല്ല, ഈസ് നോട്ട് പോസിബിൾ. ക്ലിയർ? നമ്മൾ പറഞ്ഞു RF3 വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവില്ല, കാരണം റെസിഡ്യൂവൽ വോൾട്ടേജിലേക്ക് എത്തുന്നേ ഉള്ളൂ, അതായത് റെസിഡ്യൂവൽ വോൾട്ടേജ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ അല്ല. വോൾട്ടേജ് ബിൽഡപ്പ് എവിടെ പോസിബിൾ ഉള്ളൂ? ഈ റെസിഡ്യൂവൽ വോൾട്ടേജിനെ കടന്നിട്ട് പിന്നെയും വോൾട്ടേജ് റൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം, കാരണം എന്നാൽ മാത്രമേ വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ RF2 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. അതിന് മുകളിലുള്ള റെസിസ്റ്റൻസുകളിലൊന്നും എന്ത് പോസിബിൾ ആവുന്നില്ല? വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവുന്നില്ല. ഇതിന്റെ താഴെയുള്ള സാധനങ്ങളിൽ മാത്രമേ വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പം ഈ റെസിഡ്യൂവൽ വോൾട്ടേജിന് ശേഷം ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ദ വോൾട്ടേജ് ബിൽഡപ്പ് ഈസ് പോസിബിൾ, അല്ലെങ്കിൽ ദ വോൾട്ടേജ് ബിൽഡപ്പ് ഈസ് നോട്ട് പോസിബിൾ, അതാണ് ക്വസ്റ്റ്യൻ ബെറ്റർ. നോട്ട് പോസിബിൾ ബിയോണ്ട് ദ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പോസിബിൾ ആവില്ല? വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവില്ല. അതാണ് ഒന്നാമത്തെ ഇൻഫറൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്പീഡ്. ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻ, സ്പീഡുമായിട്ട് എന്താണ് ഇതിൽ പരിപാടി നമുക്ക് നോക്കാം. ഈ സപ്പോസ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒമേഗ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ വോൾട്ടേജും സ്പീഡും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഈ പ്രൊപ്പോർഷണൽ ടു ഒമേഗ അല്ല, വോൾട്ടേജ് സ്പീഡ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ സ്പീഡ് കൂട്ടുന്നു. ഇതിനെ ഒമേഗ ആണെന്ന് ഞാൻ സ്പീഡ് കൂട്ടുന്നു. അപ്പോൾ അടുത്തൊരു സ്പീഡിൽ എനിക്ക് കിട്ടുന്ന കർവ് ഇതാണ്. ഓക്കെ, സ്പീഡ് കൂട്ടുക ഇൻ ദ സെൻസ് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒമേഗയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്, അതിലെ സ്പീഡ് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒമേഗ2 പറയുമ്പോൾ EMF ഒന്നും കൂടി കുറഞ്ഞു. അടുത്തതിൽ പിന്നെയും എന്ത് ചെയ്തു? EMF എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പം അതായത് യു ആർ ഹാവിങ് എ സ്പീഡ്സ് ലൈക്ക് ω1 ഗ്രേറ്റർ ദാൻ ω2 ഗ്രേറ്റർ ദാൻ ω3. ഈ ω1 ഏറ്റവും വലിയ സ്പീഡ്, ω2 പിന്നെ അത് കഴിഞ്ഞിട്ട് ω3. ഇതിൽ മൂന്നിൽ കാണുന്നു നിങ്ങളുടെ EMF എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ വരച്ച പോലെ ഈ കർവിലെ ഒരു ടാൻജന്റ് നമ്മൾ വരക്കുവാണ്. ഓക്കെ, ഒരു കർവിലെ നേരത്തെ ഫീൽഡ് റെസിസ്റ്റൻസ് വരച്ച പോലെ ഒരു ടാൻജന്റ് നമ്മൾ വരക്കുവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ടാൻജന്റ് വരച്ചു. ഇതാണ് നമ്മുടെ RF ലൈൻ, നേരത്തെ വരച്ച പോലെ RF ലൈൻ സ്ലോപ്പ് ഉള്ളത്. നമ്മളിവിടുത്തെ ഈ ടാൻജന്റ് വരച്ചപ്പോഴും നമ്മളിവിടുത്തെ ലിമിറ്റിംഗ് കേസ് ആയിട്ട് പറഞ്ഞത് ഈ ω2 ആണ്. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം ഈ ω2 എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടുത്തെ ഈ RF കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ RF2 കട്ട് ചെയ്ത പോലെ തന്നെ ഈ ω2നെയാണ് നമ്മൾ ഈ സ്ലോപ്പ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്യുന്ന ഈ സ്പീഡിനെ ഞാൻ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് വിളിക്കുന്നു. ക്ലിയർ? ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് വിളിക്കുന്നു. അപ്പം ഇവിടുത്തെ പോയിന്റ് എന്താണ്? നിങ്ങളുടെ സ്പീഡ് ഇഫ് സപ്പോസ് നിങ്ങൾ ω2നെക്കാട്ടിയും താഴ്ത്തി, അതായത് ω3 ആക്കി അല്ലേ,
അങ്ങനെ 3 ആക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ലൈനിനെ, അതായത് ഈ സ്ലോപ്പ് ലൈനിലെ ഈ സ്ലോപ്പ് ലൈനിനെ ലീസ്റ്റ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സ്പീഡ് ലൈൻ ഏതാ? ഈ ω3യുടെ ലൈൻ അല്ലേ? ഇതല്ലേ ലീസ്റ്റ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നത് അല്ലേ? കാരണം എന്ന് വെച്ചാല് നമുക്ക് നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഇതാ ഇവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇതാ ഇവിടെയും കുറച്ച് ഇന്റർസെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ, ഇവിടെ ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. അതായത് ഈ ω1 ലൈനിൽ ഇത് ഇന്റർസെക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ω3യിലാണ് ലീസ്റ്റ് ഇന്റർസെക്ഷൻ, അതായത് റെസിഡ്യൂവൽ വോൾട്ടേജിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഈ ലൈനിൽ ഒരു സ്ഥലത്തും ഇന്റർസെക്ഷൻ ഇല്ല, കാണുന്നില്ലല്ലോ. പക്ഷെ ഇവിടെയും ഉണ്ട് ഇന്റർസെക്ഷൻ, ഇവിടെയും ഉണ്ട് ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പം ഈ ω3ന്റെ ലൈനിലാണ് ലീസ്റ്റ് ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത്. അതായത് നിങ്ങളുടെ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈനിലും നിങ്ങളുടെ നോ ലോഡ് റെസിസ്റ്റൻസ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. എപ്പോ? ഇഫ് യുവർ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ബിലോ ക്രിട്ടിക്കൽ സ്പീഡ്, നിങ്ങളുടെ ക്രിട്ടിക്കൽ സ്പീഡായ ω2യെ കാട്ടിയും സ്പീഡ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് നടക്കുന്നില്ല? നോ വോൾട്ടേജ് ബിൽഡപ്പ്. വോൾട്ടേജ് ബിൽഡപ്പ് എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ആ സ്പീഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് നമ്മൾ വിളിച്ചിരുന്നത് അല്ലെ? അപ്പോൾ നമുക്കിവിടെ ഇൻഫറൻസിൽ എത്തണം എന്താണ്? ഇഫ് യുവർ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ബിലോ ദ ക്രിട്ടിക്കൽ സ്പീഡ് ദെൻ നോ വോൾട്ടേജ് ബിൽഡപ്പ്. നിങ്ങളുടെ സ്പീഡ് ക്രിട്ടിക്കൽ സ്പീഡിനെക്കാട്ടിയും കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഒക്കർ ചെയ്യില്ല? വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യില്ല. അപ്പോൾ ഇതിന്റെ താഴേക്ക് വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യില്ല, ഇതിന്റെ മുകളിലേക്കും എന്ത് ചെയ്യില്ല? വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏതിന്റെ കൺസെപ്റ്റ്? വോൾട്ടേജ് ബിൽഡപ്പിന്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയോ? അടിപൊളി കൺസെപ്റ്റാണ് വോൾട്ടേജ് ബിൽഡപ്പിന്റെ. നമുക്ക് എങ്ങനെയാണ് എവിടെയാണ് നമുക്ക് വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യാത്തത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് അറിയണം. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ഓഫ് യുവർ വോൾട്ടേജ് ബിൽഡപ്പ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ചോദിക്കാറുണ്ട്. ദ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് വോൾട്ടേജ് ബിൽഡപ്പ്. വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം എന്താണ്? ഇപ്പൊ സപ്പോസ് ഒന്നാമത്തെ കാരണം എന്തായിരിക്കും? ഇവിടെ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉള്ളത് കൊണ്ടല്ലേ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുന്നത് അല്ലെ? ഇതിന്റെ അടിസ്ഥാനപരമായ റെസിഡ്യുവൽ മാഗ്നറ്റിസം ആണല്ലോ, അല്ലെങ്കിൽ റെസിഡ്യുവൽ ഫ്ലക്സ് ആണല്ലോ. അപ്പൊ റെസിഡ്യുവൽ ഫ്ലക്സ് അല്ലെങ്കിൽ റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ വോൾട്ടേജ് ബിൽഡപ്പ് പോസിബിൾ ആവോ? ഇല്ല. അപ്പം ഒന്നാമത്തെ കാരണം വോൾട്ടേജ് ബിൽഡപ്പ് ഫെയിലിയർ ആവാം അല്ലെങ്കിൽ നടക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ നടക്കില്ല. സോ നോ റെസിഡ്യുവൽ മാഗ്നറ്റിസം, അതാണ് ഒന്നാമത്തെ കാരണം. വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നാമത്തെ കാരണം നോ റെസിഡ്യുവൽ മാഗ്നറ്റിസം ആണെന്ന് ഉറപ്പിക്കാം. രണ്ടാമത്തെ കാരണമോ നമ്മൾ ഈ ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഫീൽഡ് റെസിസ്റ്റൻസ് ഏതിന്റെ മുകളിലായാൽ, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ മുകളിലായാലും വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുന്നില്ല. അപ്പം ദ ഫീൽഡ് റെസിസ്റ്റൻസ് if the field resistance is greater than your critical field resistance-നേക്കാളും മുകളിൽ പോയാലും എന്ത് നടക്കുന്നില്ല? വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാരണം എന്താ? ഇഫ് നിങ്ങളുടെ സ്പീഡ്, ഏത് സ്പീഡ്? നിങ്ങളെ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ബിലോ യുവർ ക്രിട്ടിക്കൽ സ്പീഡ്, ക്രിട്ടിക്കൽ സ്പീഡിനെക്കാട്ടി താഴെയാണ് നിങ്ങളുടെ സ്പീഡ് പോകുന്നതെങ്കിൽ അവിടെയും എന്ത് നടക്കുന്നില്ല? വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ? നിങ്ങളുടെ ക്രിട്ടിക്കൽ സ്പീഡിനെ, ഇഫ് ദ സ്പീഡ് ഈസ് ലെസ് ദാൻ യുവർ ക്രിട്ടിക്കൽ സ്പീഡ് ദെൻ ഓൾസോ നോ വോൾട്ടേജ് ബിൽഡപ്പ്. അപ്പം മൂന്നാമത്തെ കേസ്, ഇഫ് ദ സ്പീഡ് ഈസ് less than critical speed then also no voltage buildup. അപ്പോഴും വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുന്നില്ല. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ബിൽഡപ്പിന്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയ എല്ലാവർക്കും? വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആണ്. നമുക്കത് കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ
നല്ല രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് നമുക്ക് ഈ ഷണ്ട് ജനറേറ്ററിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ വോൾട്ടേജ് ബിൽഡപ്പിൻ്റെ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു. ഓക്കെ, ഈ ഷണ്ട് ജനറേറ്ററിൻ്റെ ചെറിയ അപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എവിടെയൊക്കെയാണ് ഈ ഷണ്ട് ജനറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 2-3 ആപ്ലിക്കേഷനേ ഉള്ളൂ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് VT ഈസ് നിയർലി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നമ്മൾ ഷണ്ട് ജനറേറ്ററിൽ VT ഈസ് നിയർലി കോൺസ്റ്റന്റ്, സോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ വോൾട്ടേജ് സോഴ്സ്. ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തത് ഒരു ഓക്സിലറി പവർ സപ്ലൈസ്. ഓക്സിലറി പവർ സപ്ലൈസ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. അതുപോലെ ബാറ്ററി ചാർജിങ്ങിന് യൂസ് ചെയ്യാം. ലൈറ്റിംഗ് പർപ്പസിനും യൂസ് ചെയ്യാം. ഓക്കെ, ജനറൽ കാര്യങ്ങളാണ്, എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് അല്ല, ഞാൻ ജസ്റ്റ് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഷണ്ട് ജനറേറ്ററും നമ്മുടെ സെപ്പറേറ്റ്ലിയും കഴിഞ്ഞു. വളരെ വിശദമായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തത് DC സീരീസ് ജനറേറ്റർ. ഓക്കെ, DC സീരീസ് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ DC സീരീസ് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഒരു DC സീരീസ് ജനറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ IA-യും IL-ഉം ഈക്വലാണ്, IF-ന് ഈക്വലാണ്. ശരിയല്ലേ? അതായത് ഇങ്ങനെയാണ് നമുക്ക് ഫിഗർ വരുന്നത് അല്ലേ. ഇത് VT, ഇത് IL, ഇത് RSC, ഇത് RI, ഇതിൽ IA ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് വരക്കണം? നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക് വരക്കണം. നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ നോ ലോഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, IA 0 അല്ല, സോറി, ലോഡ് IL 0 ആണ്. IL 0 എന്ന് പറഞ്ഞാൽ IF 0ആണ്. ശരിയല്ലേ? അപ്പം IF 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോഡ് ഇല്ലെങ്കിൽ നമുക്ക് ഫീൽഡ് വൈൻഡിങ് ഒരു കറണ്ടും ക്യാരി ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നോ ലോഡ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നോ ലോഡ് കറണ്ട് നമുക്ക് ഇതിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഏതായിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും? നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റർ മോട്ടറായിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ മാത്രമേ നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്കുകൾ നമുക്ക് വരക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയും എന്താണ് അവസ്ഥ? നമ്മുടെ നോ ലോഡ് കർവ് എന്ന് പറയുന്നത് നമ്മുടെ സെപ്പറേറ്റ്ലി എക്സൈറ്ററിൻ്റെ കർവ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെയും നമ്മുടെ കർവ്. ക്ലിയർ? ഇനി അടുത്തത് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യും? VT vs IF. അപ്പോൾ VT vs IF പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, അതായത് IA കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ IF-ഉം എന്ത് ചെയ്യേണ്ടി വരും? കോൺസ്റ്റൻ്റ് ആക്കേണ്ടി വരും. IF വേരി ചെയ്യാൻ പറ്റില്ല. അപ്പം സീരീസ് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വരക്കാൻ പറ്റില്ല. അതും സെപ്പറേറ്റ് ജനറേറ്റർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആസ് ദാറ്റ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ഇവിടെയും സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ആകെ വ്യത്യാസപ്പെടുന്നത് നമ്മളെവിടെ മാത്രമേ ഉള്ളൂ? എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിലേ ഉള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്ക് നോക്കാം. VT vs IL ആണ്. അപ്പം ഇതാണ് നമ്മുടെ VT, ഇതാണ് നമ്മുടെ IL, ഇതാണ് നമ്മുടെ VT, ഇതാണ് നമ്മുടെ IL. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ VT IL ഗ്രാഫ് വരച്ച പോലെ തന്നെയാണ്. നമ്മളെ നോ ലോഡിലെ ഇത് നോ ലോഡ്. ഓക്കെ, 3 കർവ് വരും ആസ് യൂഷ്വൽ. ഇത് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്, ഇത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്. ദിസ് ഈസ് ഡ്യൂ ടു യുവർ ആർമേച്ചർ റിയാക്ഷൻ, ദിസ് ഈസ് ഡ്യൂ ടു യുവർ IARA ഡ്രോപ്പ്.
ഓക്കെ, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീരീസ് ജനറേറ്ററാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ യു ആർ ഇഗ്നോറിങ് റെസിഡ്യുവൽ. നമ്മൾ റെസിഡ്യുവൽ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ റെസിഡ്യുവൽ കാണിക്കണ്ടേ. നമ്മളിവിടെ റെസിഡ്യുവൽ ഇഗ്നോർ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് സീരീസ് ആണ്. സീരീസ് ആയതുകൊണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ IA മാത്രമല്ല വരിക, ആരും കൂടി വരും, RSCയും കൂടി സീരീസ് ഉണ്ട്. അപ്പോൾ RA+RSC എന്ന് വരും. അപ്പോൾ ഇവിടെ RA+RSC. ഇവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കൂടുന്നുണ്ട്. ശരിയല്ലേ? അതാണ് ഒരു വ്യത്യാസം ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ കർവില് ചെറുതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്യാപ്പ് കുറച്ചും കൂടി കൂടും. ഓക്കെ, കാരണം അവിടുത്തെ ഡ്രോപ്പ് കൂടുന്നുണ്ട്. അപ്പം ഗ്യാപ്പ് നേരത്തെക്കാട്ടിയും കൂടും. ഓക്കെ, അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഏതും കൂടി എടുക്കേണ്ടി വരും, നമ്മൾ സീരീസ് ഡ്രോപ്പ് RSCയും കൂടി നമ്മൾ എടുക്കണം. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളൊരു റെസിഡ്യുവൽ ഫ്ലക്സ് അവിടെ ഒരു ചെറിയ വോൾട്ടേജിൽ ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് അവിടെ ഫീൽഡ് കറണ്ട് എന്ത് ചെയ്യും, കൂടും. ആ ഫീൽഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഓവറോൾ ഫ്ലക്സും അതുപോലെ തന്നെ വോൾട്ടേജും എന്ത് ചെയ്യും, കൂടും. അപ്പം അങ്ങനെ പതുക്കെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അതല്ല വോൾട്ടേജ് ബിൽഡപ്പിൻ്റെ കാര്യമല്ല, നമ്മളിത് ഇതിൻ്റെ എഫക്റ്റ് എന്താ വരുന്നതെന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സീരീസ് ജനറേറ്റർ എന്തുകൊണ്ടാണ് നമ്മൾ ഈ റെസിഡ്യുവൽ വോൾട്ടേജ് ഇഗ്നോർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സീരീസ് ജനറേറ്റർ കനോട്ട് ബി സ്റ്റാർട്ടഡ് അറ്റ് നോ ലോഡ്. ക്ലിയർ? നോ ലോഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ കാരണം ഈ ഫീൽഡ് കറണ്ട് എന്താവും, ഇറ്റ് വിൽ ബി 0. നോ ലോഡിൽ 0 ആവും. അപ്പം അങ്ങനെ നോ ലോഡിൽ 0 ആവുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തും ഒക്കർ ചെയ്യില്ല, വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നോ ലോഡിൽ ഈ സാധനത്തിന് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴും എന്തെങ്കിലും ഒരു ലോഡ് കൊടുക്കണം. ഓക്കെ, വേറെ ഷണ്ട് ജനറേറ്റർ നമ്മളെങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് അറ്റ് ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അതെപ്പോഴും നോ ലോഡിലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർമേച്ചർ റിയാക്ഷനും അതിൻ്റെ ഫ്ലക്സും അതിൻ്റെ വോൾട്ടേജ് ഒക്കെ കാരണം വോൾട്ടേജ് ബിൽഡപ്പ് ഒക്കർ ചെയ്യില്ല. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻ സീരീസ് മോട്ടർ നമ്മളെ മെഷീൻ കനോട്ട് ബി സ്റ്റാർട്ടഡ് അറ്റ് നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു ലോഡ് കൊടുത്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ സീരീസ് മെഷീനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ശരിക്കും ഈ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കണം എന്നില്ല. ഓക്കെ, അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരീസ് മെഷീനിൽ IFഉം ILഉം എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ IL ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് IFഉം കൂടും. IF കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വോൾട്ടേജും എന്ത് ചെയ്യും, കൂടും. പക്ഷെ ഒരു സെർട്ടൈൻ ഫീൽഡ് കറണ്ട് കഴിഞ്ഞാൽ ഈ ഫീൽഡ് സാച്ചുറേറ്റഡ് ആവും. നമുക്കറിയാലോ, ഇവിടെ സാച്ചുറേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കും. സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ വോൾട്ടേജ് കൂടില്ല. റാദർ ദാൻ ഇഫ് ലോഡ് വോൾട്ടേജ് ഇസ് ഫർദർലി ഇൻക്രീസ്ഡ്, ഈ ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ടെർമിനൽ വോൾട്ടേജ് ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് വരാം. നമ്മളെപ്പോഴും എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് പഠിക്കുമ്പോൾ നമ്മളൊരു ഡിപ്പ് നമ്മളെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഇവിടെയും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ റീജിയനിലെ കറണ്ട് എന്താണ്, ഇവിടെ കോൺസ്റ്റന്റ് കറണ്ടാണ്. ഓക്കെ, അപ്പം ഈ റീജിയൻ്റെ ഓപ്പറേഷൻ ഇവിടെ മാത്രമേ എന്തുള്ളൂ, സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ ഒരു ഡിപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു പ്രത്യേകത ഇൻ ദ കേസ് ഓഫ് എ സീരീസ് ജനറേറ്റർ. ഓക്കെ, സീരീസ് ജനറേറ്ററിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വേറെ അതിൽ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തത് നമ്മുടെ ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് സെയിം ആസ് യുവർ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എങ്ങനെയാണോ വരച്ചത് അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ഓക്കെ, ഈ സീരീസ് ജനറേറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ വോൾട്ടേജ് ബൂസ്റ്ററുകളിലൊക്കെ ഓക്കെ
ബൂസ്റ്റേഴ്സ് ആയിട്ട്, വോൾട്ടേജ് ബൂസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സീരീസ് ജനറേറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ ജനറേറ്ററുകളിൽ നമ്മൾ പഠിക്കുക, സെപ്പറേറ്റർ പഠിച്ച്, ഷണ്ട് പഠിച്ച്, സീരീസ് പഠിച്ചു. ഇനി കോമ്പൗണ്ട് ജനറേറ്ററാണ് പഠിക്കാനായിട്ടുള്ളത്. കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ജനറേറ്റർ പഠിക്കുമ്പോൾ നമുക്കറിയാം 2 തരത്തിലുള്ള കോമ്പൗണ്ട് മെഷീനുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടും രണ്ടാമത്തേതാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ടുമാണ്. ക്യുമുലേറ്റീവ്ലിയും ഡിഫറൻഷ്യലും, ശരിയല്ലേ? ക്യുമുലേറ്റീവ്ലിയും ഉണ്ട്, ഡിഫറൻഷ്യലും ഉണ്ട്. അപ്പോൾ ഈ ക്യുമുലേറ്റീവിലും ഡിഫറൻഷ്യലിയും നമ്മൾ കോമൺ ആയിട്ട് പിന്നെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ക്യുമുലേറ്റീവിലാണ്, ഡിഫറൻഷ്യലി യൂസ് ചെയ്യാറില്ല. അതിന് കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ ഇപ്പം പറഞ്ഞുതരാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ നോലോഡ് ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ നമുക്കറിയാം, നോലോഡ് എന്ന് പറയുമ്പോൾ IL ഇല്ല അല്ലേ? IL എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഈ ക്യുമുലേറ്റീവിൽ നമ്മുടെ 2 കണക്ഷനുണ്ട് ക്യുമുലേറ്റീവിൽ. അതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ഷണ്ടും ഉണ്ട്, ലോങ് ഷണ്ടും. ഓർക്കുന്നില്ലേ? ഷോർട്ട് ഷണ്ടും ഉണ്ട്, ലോങ് ഷണ്ടും ഉണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അത് പഠിക്കാനൊന്നുമില്ല. നമ്മൾ ഷോർട്ട് ഷണ്ടായാലും ലോങ് ഷണ്ടായാലും ഒക്കെ ജനറലി ക്യുമുലേറ്റീവിൻ്റെ കേസ് പറയുന്നു മാത്രം. ഓക്കെ, അപ്പോൾ രണ്ടിനും എന്താണ്? സെയിം ആണ്. ഓക്കെ, സെയിം ആണെന്ന് മാത്രമല്ല, 2 സമയത്തും നമ്മുടെ IL നോലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് 0ആണ്. അതായത് ഈ RSCക്ക് റോളൊന്നുമില്ല. കാരണം എന്താ? നിങ്ങൾ നോക്കൂ, നമ്മുടെ നോലോഡിൻ്റെ ഇതെടുക്കുമ്പോൾ ഇവിടെയാണ് RSC വരുന്നത്, ഇവിടെയാണ് IL വരുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ ആർമേച്ചർ, ഇവിടെയാണ് നിങ്ങളുടെ ഫീൽഡ്, ശരിയല്ലേ? ഇവിടെയാണ് പുറത്താണ് ഷോർട്ട് ഷണ്ടിൽ വരുന്നത്. അപ്പോൾ IL റോൾ എന്ന് പറഞ്ഞാൽ RSCയും 0 ആയിരിക്കും. ഇനി ലോങ് ഷണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് RSC വരുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ IL ആയിട്ട് ഇങ്ങനെ വരുന്നത്. RSCയും ആർമേച്ചറും സീരീസ് ഇൻ പാരലൽ വിത്ത് യുവർ ഷണ്ട്. ഓക്കെ, അപ്പോൾ ഈ RSCക്കും ആക്ച്വലി ഇവിടെ ചെറിയൊരു കറണ്ട് ലോങ് ഷണ്ടിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ റോളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഈ RSCക്ക് ആക്ച്വലി കോമ്പൗണ്ട് ജനറേറ്ററിൽ റോളില്ല. ഓക്കെ, ലോഡ് കറണ്ട് 0 ആകുന്നതുകൊണ്ട്, നോ ലോഡിൻ്റെ കേസിൽ. അപ്പോൾ നോ ലോഡിൽ അങ്ങനെ 0 ആകുന്നതുകൊണ്ട് വലിയ റോളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീരീസ് വൈൻഡിങ് വലിയൊരു റോള് ഇവിടെ വഹിക്കുന്നില്ല. സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീരീസ് വൈൻഡിങ് ഇവിടെ റോള് വഹിക്കുന്നില്ല. ഏത് കേസിൽ? ലോങ് ഷണ്ട് ആയാലും ശരി, ഷോർട്ട് ഷണ്ട് ആയാലും ശരി, സീരീസ് വൈൻഡിങ് വലിയൊരു റോള് വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നോ ലോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് സെയിം ആസ് യുവർ ഷണ്ട് ജനറേറ്റർ. ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെയാണ് ഉള്ളത്. ഷണ്ട് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഏതുപോലെയാണ് ഉള്ളത്? സെപ്പറേറ്റ്ലി ഉള്ളത്. അപ്പം അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് വരുന്നത്. ക്ലിയർ? അതുകൊണ്ട് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും വരിക. കോമ്പൗണ്ട് ആയാലും ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റങ്ങളൊന്നും ഇല്ല. ക്ലിയർ? രണ്ടാമത്തത് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിലും ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇതും വലിയൊരു മാറ്റമൊന്നുമില്ല. നമ്മൾ ഏതുപോലെ തന്നെ ഉണ്ടാവുക? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് പോലെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, മാറ്റം വരുന്ന കാര്യമാണ് ഇത് നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. എല്ലാത്തിലും എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. മറ്റേതൊക്കെ ഫസ്റ്റത്തെ സെപ്പറേറ്റ്ലി പഠിച്ചാൽ അത് തന്നെ മതി. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ആദ്യം ഈ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൻ്റെ ബേസിക് ഫംഗ്ഷൻ അറിയണം. അതായത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സീരീസ് ഫ്ലക്സ് ഈസ് എയ്ഡിങ് ദ ഷണ്ട് ഫ്ലക്സ് അല്ലേ? സീരീസ് ഫ്ലക്സ് എയ്ഡ്സ് ദ ഷണ്ട് ഫ്ലക്സും ആഡ് ഇപ്പോൾ ചെയ്യുന്നു. സീരീസ് ഫ്ലക്സും ഷണ്ട് ഫ്ലക്സും എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൽ ദ സീരീസ് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? ഒപ്പോസസ് ദ ഷണ്ട് ഫ്ലക്സ്. ഓക്കെ, ഷണ്ട് ഫ്ലക്സിന് എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഈ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിലാണ് 3 പോസിബിലിറ്റി ഉള്ളത്. ക്യുമുലേറ്റീവ്
കോമ്പൗണ്ടിലാണ് 3 പോസിബിലിറ്റി. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് കോമ്പൗണ്ടഡാണ്? അണ്ടർ കോമ്പൗണ്ടഡ് ആണ് കേട്ടോ, അണ്ടർ കോമ്പൗണ്ടഡ്. രണ്ടാമത്തത് ലെവൽ കോമ്പൗണ്ടഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് കോമ്പൗണ്ടഡ്. മൂന്നാമത്തത് ഓവർ കോമ്പൗണ്ടഡ്. ഈ 3 കാര്യത്തിലും എന്താ വരുന്നത് വെച്ചാൽ അണ്ടർ കോമ്പൗണ്ടിൽ നിങ്ങളുടെ ടെർമിനൽ വോൾട്ടേജ് VT വിൽ ബി ഫോൾസ്. VT ഫോൾസ് വിത്ത് ലോഡ് കറണ്ട്. ലോഡ് കറണ്ട് കൂട്ടുന്നതിനനുസരിച്ച് VT എന്ത് ചെയ്യുന്നു? കുറയുന്നു. എവിടെ? അണ്ടർ കോമ്പൗണ്ടിൽ. ദെൻ ലെവൽ കോമ്പൗണ്ടിൽ VT നോ ലോഡിലും ഫുൾ ലോഡിലും എന്താണ്? ഈക്വലായിട്ട് നിൽക്കുന്നു. ഓക്കെ. ദെൻ ഓവർ കോമ്പൗണ്ടിൽ ഫുൾ ലോഡിലെ വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ യുവർ നോ ലോഡിലെ വോൾട്ടേജ്. ഫുൾ ലോഡിലെ വോൾട്ടേജ് നോ ലോഡിലെ വോൾട്ടേജിനെക്കാട്ടി കൂടുതലായിരിക്കും. അതാണ് ഓവർ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത. ഓക്കെ. അപ്പം അണ്ടർ കോമ്പൗണ്ടിൽ ലോഡ് കാരണമനുസരിച്ച് VT കുറയുന്നു. ലെവൽ കോമ്പൗണ്ടിൽ ഫുൾ ലോഡിലും നോ ലോഡിലും ഈക്വലായിട്ട് നിൽക്കുന്നു. ദെൻ ഇൻ ദ കേസ് ഓഫ് യുവർ ഓവർ കോമ്പൗണ്ട് യുവർ ഫുൾ ലോഡ് വോൾട്ടേജ് വിൽ ബി terminal voltage will be greater than your no load terminal voltage. ക്ലിയർ? അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്കുകൾ നമുക്കൊന്ന് ക്യാരക്ടറിസ്റ്റിക് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ, നമ്മളിവിടെ എന്തെടുക്കുന്നു? ഫുൾ ലോഡ് കറണ്ട് എടുക്കുന്നു. ടെർമിനൽ വോൾട്ടേജ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഒരു ബേസ് സെറ്റ് ചെയ്യുന്നു. അതാണ് എന്ത്? നോ ലോഡ് വോൾട്ടേജ്. ഓക്കെ. അതാണ് എന്ത്? നമ്മുടെ നോ ലോഡ് വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ നോ ലോഡ് വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം വരക്കുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ച് സെപ്പറേറ്റ്ലി എക്സൈറ്റഡിന് വരക്കാം. ഓക്കെ. ഇതാണ് നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. എഴുതി വെക്കുക, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. എല്ലാം കൂടി ഒറ്റ ഗ്രാഫിൽ നമുക്ക് പഠിക്കാം. ഓക്കെ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് ആരെ? ഷണ്ട്. ശരിയല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് ഷണ്ടാണ്. ഇപ്പോൾ നോ ലോഡാണിത്. ഇത് സെപ്പറേറ്റ്ലി ഇതാണ് നമ്മളെ ഷണ്ട്. ശരിയല്ലേ? ദിസ് ഈസ് യുവർ ഷണ്ട്. ഈ ഷണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പതുക്കെ പോയി ഇറ്റ് വിൽ ബി കോസിങ് എ ഡിക്രിമെൻറ്റ്. ശരിയല്ലേ? അങ്ങനെ പോയിട്ട് ഡിക്രിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ദെൻ അടുത്തത് നമ്മൾ സെപ്പറേറ്റ്ലി ആയി ഷണ്ടായി. ദെൻ സീരീസ് ജനറേറ്റർ നമ്മളിവിടെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം കോമ്പൗണ്ടിൻ്റെ നമുക്ക് നോ ലോഡിൽ സീരീസ് ജനറേറ്റർ അപ്രോക്സിമേറ്റ്ലി 0 ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ സീരീസ് ജനറേറ്റർ നമുക്കിതിൽ വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കാരണം നോ ലോഡിൽ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സീരീസ് ജനറേറ്റർ നമ്മൾ ഈ കമ്പാരിസണിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ സീരീസ് ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വരയ്ക്കാൻ പറ്റില്ല. കാരണം നോ ലോഡ് വോൾട്ടേജും നമ്മൾ ജനറേറ്ററായിട്ട് സെയിം ആയിട്ട് വെക്കുന്നത്. അതുകൊണ്ട് വരയ്ക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. കാരണം നോ ലോഡ് വോൾട്ടേജ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ടൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് വരയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പം സെപ്പറേറ്റ്ലി ആയി ഷണ്ടായി. ഇനി ഈ കോമ്പൗണ്ടിൻ്റെ പല പല ടൈപ്പുകൾ ഏതൊക്കെയാണ് കോമ്പൗണ്ടുകൾ? ഒന്ന് അണ്ടർ കോമ്പൗണ്ട്. അണ്ടർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു നിങ്ങളുടെ IL കൂട്ടുമ്പോൾ നിങ്ങളുടെ VL എന്ത് ചെയ്യും? കുറയും. ഓക്കെ. അപ്പോൾ കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോ ലോഡ് വോൾട്ടേജിനെക്കാട്ടിയും കുറയും. അപ്പം ഇവിടെയാണ് ആക്ച്വലി വരുന്നത്. ദിസ് ഈസ് യുവർ അണ്ടർ കോമ്പൗണ്ട്. ഓക്കെ.
ദെൻ ഇനി ലെവൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വോൾട്ടേജും നോ ലോഡ് വോൾട്ടേജ് ഫുൾ ലോഡ് വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും. അതായത് യു വിൽ ബി ഹാവിങ് എ കർവ് ലൈക്ക് ദിസ്. ഓക്കെ, ഏകദേശം ഇതിനടുപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ലെവൽ കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. ലെവൽ അല്ലെങ്കിൽ ഫ്ലാറ്റ്. ഓവർ കോമ്പൗണ്ട് എന്താ? നിങ്ങളുടെ വോൾട്ടേജ് നോ ലോഡ് വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലാണ് നിങ്ങളുടെ എന്ത്? ഓവർ വോൾട്ടേജ്. ക്ലിയർ? ഇതാണ് കോമ്പൗണ്ട് മോട്ടറിൻ്റെ നമ്മൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിൻ്റെ മോട്ടറിൻ്റെ കാര്യം. ഇനി ഡിഫറൻഷ്യൽ ഇതിൻ്റെ കൂടെ തന്നെ വരയ്ക്കാം. ഡിഫറൻഷ്യലിൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഇത്തരത്തിലാണ് ഡിഫറൻഷ്യലിൻ്റെ ഗ്രാഫ് വരിക. ഇതാണ് ഡിഫറൻഷ്യൽ. ഇതാണത് ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് യുവർ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ നിങ്ങളിത് ഫുൾ ലോഡിനായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഇവിടെ ഇത് ഫുൾ ലോഡാണ് കൺസിഡർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ലോഡ് കറണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ. ഫുൾ ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഓവർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോകണം. ഓക്കെ, ഇങ്ങനെ പോകണം. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ ഗ്രാഫ് ഫോർ യുവർ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിൽ വോൾട്ടേജ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിൽ ഏതിനെക്കാട്ടിയും കൂടുതലാണ്, ഏതൊക്കെയാണ് കൂടുതൽ കുറവെന്ന് നമുക്ക് ഇതിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ അനലൈസ് ചെയ്യാം. അതായത് സെയിം നോ ലോഡ് വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി ആണ് മുകളിൽ വരുന്നത്. അത് ഷണ്ടാണ് ഇവിടെ താഴെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ്, അതിന് മുകളിൽ അണ്ടർ, പിന്നെ ലെവൽ, പിന്നെ ഓവർ. ഓക്കെ, ഏറ്റവും താഴെയാണ് ആര്? ഡിഫറൻഷ്യൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് കറണ്ട് കാരണം ഓവറോൾ ഫ്ലക്സ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് വളരെയധികം ഇവിടെ എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോ ലോഡ് വോൾട്ടേജിൻ്റെ കേസിൽ, അല്ലെ നമ്മൾ ഇതിൻ്റെ കേസിൽ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൻ്റെ കേസിൽ ഈ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്. ഏതാണ്? എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്കുകൾ നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആരാളുള്ളത്? ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ആർമേച്ചർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എഫ് വീസസ് ഐ എ ആണ്. അത് സെയിം ആസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. അപ്പോൾ പഠിക്കാനുള്ള മെയിൻ സാധനം ഏതാണ്? എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ആണ് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി തന്നെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് മോട്ടറിൻ്റെ നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷനും ഈ ഷണ്ട് ജനറേറ്ററിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെ ഒരുപാട് സെയിം ആണ്. ഓക്കെ, ക്യുമുലേറ്റീവിൻ്റെയും ഷണ്ടിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻസുകൾ എന്താണ്? സെയിം ആണ്. ഡിഫറൻഷ്യലിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് എല്ലാവരും പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യലാണ് കേട്ടോ. വെൽഡിങ് പർപ്പസിനാണ് നമ്മളത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഈ പറഞ്ഞ ഷണ്ട് ജനറേറ്ററിൻ്റെ അതേ ആപ്ലിക്കേഷൻ, ഷണ്ട് ജനറേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് സെയിം. അതായത് ബാറ്ററി ചാർജിങ്, ലൈറ്റിംഗ് പർപ്പസ്, അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരും. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വോൾട്ടേജ് റെഗുലേഷനും ഈ ഷണ്ട് ജനറേറ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഹെഡിങ് കൂടി കൊടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. സോ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ്റെ നമ്മൾ ജനറൽ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യത്തിനൊന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മോസ്റ്റ് ഡി സി ജനറേറ്ററിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരക്കുന്നു. ഒരു അസംഷൻ എടുക്കുന്നുണ്ട്. അണ്ടർ സെയിം ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ലോഡ് കറണ്ട്, സെയിം ടെർമിനൽ വോൾട്ടേജും സെയിം ലോഡ് കറണ്ടും എടുത്തിട്ടാണ് ചെയ്യുന്നത്. നോ ലോഡും ഫുൾ ലോഡല്ല, നമ്മൾ സെയിം ആയിട്ട് എടുത്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കാണ് വരക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി വോൾട്ടേജ് റെഗുലേഷൻ പഠിക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നു, ഇത് വോൾട്ടേജ്. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് VT. ഇതിൻ്റെ ഗ്രാഫുകൾ ഓരോന്നും വരച്ചു തരാം. ആദ്യം ഈ ഫ്ലാറ്റ് വരക്കാം. ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കറക്റ്റാണ്. ഫ്ലാറ്റ് അല്ലെങ്കിൽ ലെവൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരക്കാനുള്ളത്, നമ്മളിവിടെ ഓർക്കണം, നമ്മൾ സെയിം ടെർമിനൽ വോൾട്ടേജ് ലോഡും വരക്കുന്നതുകൊണ്ടാണ് ഈ ഗ്രാഫ് വരുന്നത്, ഇങ്ങനെ ചേഞ്ച് വരുന്നത്. നമ്മൾ നേരത്തെ അവിടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് ആക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചാൽ മതി. നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ DC ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും നമ്മൾ വോൾട്ടേജും നോ ലോഡുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നോ ലോഡ് വോൾട്ടേജ് എടുത്തുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. സെയിം ടെർമിനൽ വോൾട്ടേജ് ആകുമ്പോൾ ഗ്രാഫിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് വരക്കുന്നത്. ഇത് പഠിച്ചാലും മതി കേട്ടോ, ഈ ഗ്രാഫ് പഠിച്ചാലും നിങ്ങൾക്ക് മതിയാവും. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വോൾട്ടേജ് റെഗുലേഷൻ വരക്കണമെങ്കിൽ നമ്മൾ ഈ സെയിം ടെർമിനൽ വോൾട്ടേജും സെയിം നോ ലോഡ് കറണ്ടും അസ്യൂം ചെയ്യണം. എന്നാലും മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഓവർ കോമ്പൗണ്ടാണ് വരക്കുന്നത്. Your over compound will look like this. Okay, ഇത് ഇങ്ങനെയല്ല, ഇവർ കുറച്ചും കൂടി ഒന്ന് ബെൻഡ് ആവും. ഓവർ കോമ്പൗണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ സീരീസ് ജനറേറ്റർ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ. ഇതാണ് സീരീസിൻ്റെ ഗ്രാഫ് വരിക കേട്ടോ. സീരീസ് നമ്മൾ മറ്റൊരിടത്ത് പ്ലോട്ട് ചെയ്യുന്നില്ല, ഇവിടെ നമ്മളത് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളത് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഗുലേഷൻ പഠിക്കാൻ വേണ്ടി. നെക്സ്റ്റ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. Separately excited, you will be getting a graph like എല്ലാം ഈ പോയിന്റിലെ പാസ് ചെയ്യണം. നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് കറക്റ്റായിട്ട് വരക്കുക, എന്നാലും കുറച്ച് പണിയാവും. അപ്പം കറക്റ്റ് ആ പോയിന്റിൽ തന്നെ പാസ് ചെയ്യുക. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് താഴേക്ക് വരക്കുക. ഇതാണ് സെപ്പറേറ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് ഷണ്ടിൻ്റെ മുകളിലാണ് വരിക. ഡിപ്പ് ഉണ്ടാവും. ഇത് ഷണ്ട്. വേറെ കളറിൽ വരയ്ക്കായിരുന്നു അല്ല നേരത്തെ, കുഴപ്പമില്ല. ഓക്കെ, ഇത് മുതൽ വരക്കാം. ഓക്കെ, വിൽ ബി ഹാവിങ് എ ഡിഫറൻഷ്യൽ. ഓക്കെ, ഈ പോയിന്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. സെൻറ്റർ പോയിന്റ്. ഇത് ഡിഫറൻഷ്യൽ, ഇതിൻ്റെ താഴെ ഷണ്ട്, ഇത് താഴെ സെപ്പറേറ്റ്, ഇത് വരച്ചിരിക്കുന്ന ഫ്ലാറ്റ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കർവ് ഓവർ കോമ്പൗണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് സീരീസ് ആണ്. ഇപ്പോൾ ഓക്കെ, ഇതാണ് പോയിന്റ്, സെൻറ്റർ പോയിന്റ്. ക്ലിയർ? അപ്പോൾ ഇതെന്തിനാണ് വരച്ചതെന്ന് വെച്ചാൽ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഗ്രാഫ് വരച്ചാൽ ആദ്യത്തെ പോയിന്റ്. ഇനി പറയുന്ന പോയിന്റുകളാണ് ചോദ്യങ്ങളായിട്ട് പരീക്ഷ പേപ്പറിൽ വരിക. അപ്പോൾ അത് എഴുതി വയ്ക്കുക. വോൾട്ടേജ് റെഗുലേഷൻ്റെ കാര്യത്തിൽ ആദ്യം ഷണ്ട് ജനറേറ്റർ. Voltage regulation of shunt generator is voltage generator of shunt generator is positive ആണ്, മുകളിലേക്കാണ് പോസിറ്റീവ്. Then series generator, what is generator? പ്രശ്നം എന്താ വെച്ചാൽ ഇതാ മുകളിലേക്കാണ്, ഇതിങ്ങനെയാണ് കാണിക്കുന്നതെങ്കിലും നമ്മളെ ഗ്രാഫ് ഇത് ആക്ച്വലി ഇതാണ് നമ്മളെ സീരീസ് ജനറേറ്റർ വരിക.
നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു തീരെ വോൾട്ടേജ് റെഗുലേഷൻ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തൊരു സാധനമായിരുന്നു അല്ലേ. നമ്മൾ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ്. അത് മനസ്സിലാക്കണം. സീരീസ് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ ഈസ് നെഗറ്റീവ്. ഇത് സ്ഥിരം ചോദ്യമാണ്. ഷണ്ട് റെഗുലേഷനും ഷണ്ട് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവും സീരീസ് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവും. അതുപോലെ തന്നെ ഇഫ് യു ആർ ആസ്ക്ഡ് ലൈക്ക് പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഷണ്ട് ജനറേറ്റർ. പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, ഗ്രാഫ് നിങ്ങൾ നോക്കണം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഗ്രാഫ് നിങ്ങൾ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട. കാരണം ഈ ഗ്രാഫ് അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് പഠിക്കാൻ ഈ ഗ്രാഫ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ വരച്ചതാണ്, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് സം പ്രോബ്ലംസ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന പോയിന്റുകളെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മതിയാവും, എക്സാമിന് അത് മതിയാവും. ഓക്കെ, ഈ ഗ്രാഫ് റീഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് ഓവർ കോമ്പൗണ്ട് ജനറേറ്റർ നെഗറ്റീവ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് പറയുന്നത്. ഇതാണ് ചോദ്യമായിട്ട് വരിക കേട്ടോ. ഷണ്ട് ജനറേറ്ററിന് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ, സീരീസ് ജനറേറ്ററിന് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ, ഓവർ കോമ്പൗണ്ടിന് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ. അതുപോലെ പുവറസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ചോദിച്ചാൽ സീരീസ് ജനറേറ്ററാണ്. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അണ്ടർ കോമ്പൗണ്ട് ജനറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ കോമ്പൗണ്ട് ജനറേറ്ററിന് പോസിറ്റീവ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് ഫ്ലാറ്റ് കോമ്പൗണ്ട് ജനറേറ്റർ അല്ലെങ്കിൽ ലെവൽ കോമ്പൗണ്ട്. ഫ്ലാറ്റ് അല്ലെങ്കിൽ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ 0. അതായത് തന്നിരിക്കുന്നതിൽ ലോവസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ഉള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി ആറാമത്തെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട്. ഡിഫറൻഷ്യലി കോമ്പൗണ്ട് വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല, ഇതിങ്ങനെ പറയണം, പുവറസ്റ്റ് പോസിറ്റീവ് എന്ന് പറയണം. ഓക്കെ, പുവറസ്റ്റ് പോസിറ്റീവ്. കാരണം പോസിറ്റീവ് ആണ്, അറ്റ് ദ സെയിം ടൈം പുവറസ്റ്റ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ പോസിറ്റീവുകളിലെ ഏറ്റവും കുറവ് റെഗുലേഷൻ ഇതിനാണ്. ഓക്കെ, ദെൻ അടുത്തത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഓർഡർ ഒന്ന് എഴുതാം. ഓർഡർ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ്റെ ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകാം. ഈ ഓർഡർ പഠിച്ചു വെച്ചാൽ മതിയാവും എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകാം. അപ്പോൾ ഏതാണ് വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത്? ഓക്കെ, ഈ സീരീസ് ജനറേറ്റർ എഴുതുമ്പം പുവറസ്റ്റ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ഏതാണെന്ന് കേട്ടോ. പുവറസ്റ്റ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷനാണ് തന്നിരിക്കുന്നതിൽ. അതുപോലെ പുവറസ്റ്റ് പോസിറ്റീവ് ആണ് ഏത്? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ഓക്കെ, ഇത് ഡിസെൻഡിങ് ഓർഡർ വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഡിസെൻഡിങ് ഓർഡർ ഒന്നും വേണ്ട, കാരണം വോൾട്ടേജ് റെഗുലേഷൻ അങ്ങനെ പറയാം. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയണ്ട, ജസ്റ്റ് ഈ ഓർഡർ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതായത് നമുക്ക് പുവറസ്റ്റ് നെഗറ്റീവ് കഴിഞ്ഞിട്ട് പുവറസ്റ്റ് പോസിറ്റീവ് ആണ് വരിക. ഓക്കെ, പുവറസ്റ്റ് നെഗറ്റീവ് കഴിഞ്ഞിട്ട് പുവറസ്റ്റ് പോസിറ്റീവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഗെയിൻ നെഗറ്റീവ് ആണ് വരിക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓർഡർ വരാം. നമ്മളിപ്പോൾ ഓർഡർ പഠിക്കണം. ഓർഡർ പഠിച്ചാൽ അത് തെറ്റാണ് ചാൻസ് ഉണ്ട്. ഓർഡർ നമുക്ക് കട്ട് ചെയ്യാം. ഓർഡറിൽ കുറച്ച് എററുകൾ വരും. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ മതിയാവും. വോൾട്ടേജ് റെഗുലേഷൻ്റെ ഓർഡർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ബാക്കി ഓർഡർ വേണമെങ്കിൽ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം, ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓർഡറിൽ ചെറിയൊരു ഈ വോൾട്ടേജ് റെഗുലേഷൻ പുവറസ്റ്റും ലോവസ്റ്റും വരുമ്പോൾ ഓർഡറിൽ എഴുതുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഓർഡർ എഴുതുന്നില്ല. തൽക്കാലം ഈ 7 പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ് റെഗുലേഷന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ,
ഹോപ്പ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ക്ലിയർ. വോൾട്ടേജ് റെഗുലേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും. വോൾട്ടേജ് റെഗുലേഷൻ അത് കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ബാക്കി ഇനി വോൾട്ടേജ് റെഗുലേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവുകൾ ചെയ്യുമ്പോൾ അതിൽ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ജനറേറ്ററുകൾ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ വരുന്ന എല്ലാ പോയിന്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്കുകൾ ഓഫ് മോട്ടറാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ജനറേറ്ററുകൾ മനസ്സിലാക്കുക. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളതൊന്നും നമുക്കങ്ങനെ എല്ലാം സെപ്പറേറ്റ്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ആ ചേഞ്ചസ് മാത്രം മനസ്സിലാക്കുക. ഗ്രാഫ് വരുന്നതെന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരാം. ഓക്കെ. ബാക്കി ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.